നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യുവമന്ത്രി ഒ.ജെ. ജനീഷിന് കിട്ടിയ കാറിന്റെ നമ്പർ 10 ആണ്. ഈ 10-ന് എന്ത് പ്രത്യേകത എന്നല്ലേ? അതായത് ഈ സംഖ്യാശാസ്ത്രം അനുസരിച്ച് ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിലൊരു കാര്യമാണ് ഈ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ജനീഷിന്റെ ഇത്തവണത്തെ ഭൂരിപക്ഷം 8308 ആണ്. അതായത് 8ഉം 8ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ, ആ സംഖ്യ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 10. അങ്ങനെ ഒരു കളി കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി കൂടി ഈ സംഭവത്തിനുണ്ട്. അത് ശ്രദ്ധേയമാവുകയാണ്. കായിക മന്ത്രിയാകുമെന്ന് കരുതപ്പെടുന്ന ജനീഷിന് വാഹനത്തിന് കിട്ടിയ ഔദ്യോഗിക നമ്പർ 10 ആണ്. ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറും ഫുട്ബോളിൽ മെസ്സിയും ജേഴ്സിയിൽ പതിച്ച നമ്പറാണ് 10. ഇത് താൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അത് വളരെ കൗതുകകരമായിട്ടുള്ള സംഭവമായി മാറിയിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് കാര്യങ്ങൾ വ്യക്തമായി എന്ന് തോന്നുന്നു. എന്തായാലും സംസ്ഥാനത്ത് സ്ഥാനമേറ്റ മന്ത്രിമാർക്ക് പുതിയ വാഹനങ്ങൾ തൽക്കാലം ഇല്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. കഴിഞ്ഞ LDF സർക്കാരിലെ മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് മന്ത്രിമാർക്ക് കൊടുത്തിട്ടുള്ളത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കും ഉപയോഗിച്ചിരുന്ന കറുത്ത കാറുകൾ നിലവിലെ മന്ത്രിമാരിൽ ആർക്കും നൽകിയിട്ടില്ല. ഈ കാർ പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുന്ന പിണറായി വിജയന് തന്നെ നൽകുമോ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി VD സതീശന് കിട്ടിയത് VN വാസുവിന് ഉപയോഗിച്ചത് കാറാണ്. കഴിഞ്ഞ സർക്കാർ ഏറ്റവും ഒടുവിൽ വാങ്ങിയ കാറാണിത്. എന്തായാലും കാറുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നോക്കാം, ആരാണ് അടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന്. ഒരു പദം ഒഴിഞ്ഞു കിടക്കുകയാണ്. രാഹുൽ മങ്കൂട്ടത്തിലായിരുന്നു, അവിടേക്ക് ഒ.ജെ. ജനീഷ് എത്തി. ജനീഷ് ഇപ്പോൾ മന്ത്രിയായിരിക്കുകയാണ്. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നവർക്കൊക്കെ വലിയ രീതിയിലുള്ള സ്ഥാനക്കയറ്റമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒ.ജെ. ജനീഷ് മന്ത്രിയായിരിക്കുകയാണ്. ഇനി ആ സ്ഥാനത്തേക്ക് ആര് വരുമെന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ഈ സ്ഥാനത്തേക്ക് ബിനു ചുള്ളിയലിനാണ് സാധ്യത കൂടുതലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് നേരത്തെ ഈ സ്ഥാനത്തിന് വേണ്ടി അബിൻ വർക്കിയും അതുപോലെ തന്നെ ഒ.ജെ. ജനീഷുമായിരുന്നു സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അബിൻ വർക്കി ഔട്ടായി, ജനീഷ് കയറി. ഇപ്പോൾ അബിൻ വർക്കി MLA ആണ്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ഇനി അബിൻ വർക്കിയെയും പരിഗണിക്കാൻ സാധിക്കില്ല. എന്തായാലും ആ സ്ഥാനത്തേക്ക് ബിനു ചുള്ളിയലിനാണ് ഇനി കൂടുതൽ സാധ്യത. നിലവിലെ പ്രസിഡന്റ് ഒ.ജെ. ജനീഷ് സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗമായ സാഹചര്യത്തിലാണ് സംഘടനയുടെ തലപ്പത്ത് മാറ്റത്തിന് വഴിയൊരുങ്ങുന്നത്. പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആരാകുമെന്നതിനെ ചൊല്ലി കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനുള്ളിലും സജീവ ചർച്ചകളൊക്കെ നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ ഗോവയുടെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് ബിനു ചുള്ളിയിൽ. അവിടെ സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ വർഷം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിക്കപ്പെടുന്നത്. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പക്ഷത്തെ പ്രമുഖനായ ബിനുവിനെ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് നിശ്ചയിച്ചിരുന്നെങ്കിലും ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. ലീഡറുടെ രാഷ്ട്രീയ തട്ടകത്തിൽ നിന്ന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി ഉയർന്നു വന്ന ഒ.ജെ. ജനീഷിന് ഇത് തികച്ചും യാദൃച്ഛികമാണ്. മാത്രമല്ല അതൊരു നിയോഗവും കൂടി മാറുകയാണ്. നമുക്കറിയാം, ജനീഷിന്റെ മന്ത്രി സ്ഥാനാർത്ഥിയത് അപ്രതീക്ഷിതമായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായി വന്ന ഒരു മന്ത്രി വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. നേരത്തെ രാഹുൽ മങ്കൂട്ടത്തിലൊക്കെ അഭിനന്ദനം അറിയിച്ച് രംഗത്തെത്തിയതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലത്ത് സ്വന്തം ജീവിതകഥ ഉയർത്തിയാണ് ഒ.ജെ. ജനീഷ് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ വോട്ടർമാരെ കണ്ടത്. കനത്ത വെയിലിലും ചൂടിലും ജോലി ചെയ്യുന്ന അമ്മമാരെ കണ്ടാൽ പ്രചാരണ വാഹനം നിർത്തി അവർക്കരികിൽ എത്തുമായിരുന്നു ജനീഷ്. ഇത്തരത്തിൽ വളരെയധികം ജനപ്രിയനായി മാറി ഒ.ജെ. ജനീഷ് MLA പദവിയിൽ എത്തുന്നതിന് ശേഷം മന്ത്രിയാകുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം അത് വലിയൊരു മാതൃകയാക്കാവുന്നതാണ്. ഒരു പടവെട്ടി നേടിയ വിജയം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. മാത്രമല്ല, രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ എല്ലാ കാലത്തും ചർച്ചയാകാറുള്ള ഔദ്യോഗിക വസതിയാണ് മൻമോഹൻ ബംഗ്ലാവ്. ഇക്കുറി VD സതീശൻ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായ ഒ.ജെ. ജനീഷാണ് മൻമോഹൻ ബംഗ്ലാവ് തിരഞ്ഞെടുത്തത്. ഇവിടെ താമസിക്കുന്നവർക്ക് പിന്നീട് രാഷ്ട്രീയ തിരിച്ചടികൾ നേരിടേണ്ടി വരും എന്ന തരത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അതിനെല്ലാം തള്ളിയാണ് നെഞ്ചുവിരിച്ച് ജനീഷ് ഈ ഒരു വസതി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ പണി കഴിപ്പിച്ച മൻമോഹൻ ബംഗ്ലാവിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. ജനാധിപത്യ സർക്കാരുകളുടെ കാലത്ത് ഇത് മന്ദിരമായി മാറുകയായിരുന്നു. വിവാദങ്ങൾ ഒരുപാടുണ്ട്, ചരിത്രം ഉറങ്ങിക്കിടപ്പുണ്ട്. 2006-ലെ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് ഈ മന്ദിരത്തെ ചൊല്ലി വിവാദങ്ങൾ തുടങ്ങിയത്. തുടക്കമെന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വാസ്തുദോഷം മാറ്റാനെന്ന പേരിൽ ലക്ഷങ്ങൾ മുടക്കി കെട്ടിടം മോടി പിടിപ്പിച്ചത് ചർച്ചയായി. പിന്നീട് അദ്ദേഹം ഈ വസതി ഒഴിഞ്ഞു. കോടിയേരിക്ക് ശേഷം ഇവിടെ താമസിച്ച TU കുരുവിളയ്ക്ക് ഭൂമി ഇടപാട് വിവാദത്തിൽപ്പെട്ട് രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് വന്ന മോൻസ് ജോസഫിന് PJ ജോസഫ് തിരിച്ചെത്തിയതോടെ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു. എന്നാൽ ഈ ഒരു
അന്ധവിശ്വാസം, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന മന്ത്രിമാർ രാജിവെക്കേണ്ടി വരുമെന്ന അന്ധവിശ്വാസം അത് വെറും ഭാവനയാണ്, അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് തെളിയിച്ച വ്യക്തികളുമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദും 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ TM തോമസ് ഐസക്കും 5 വർഷം പൂർത്തിയാക്കിയത് ഇവിടെ താമസിച്ച് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ആന്റണി രാജുവാണ് ഈ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നും ഒഴിഞ്ഞ പലരും പിന്നീട് വൻ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും നമുക്ക് മന്ത്രിമാരും അവരുടെ വസതികൾ നോക്കാം. VD സതീശൻ മുഖ്യമന്ത്രിയാണ്, ക്ലിഫ് ഹൗസിലാണ്. PK കുഞ്ഞാലിക്കുട്ടി ലയൺ ട്രസ്റ്റിലാണ്. രമേശ് ചെന്നിത്തല പമ്പയിലാണ്. മോൻസ് ജോസഫ് പെരിയാറിലാണ്. ഷിബു ബേബി ജോൺ എസ്ലൻഡേനിലാണ്. CP ജോൺ റോസ് ഹൗസിലാണ്. സണ്ണി ജോസഫ് അശോകയിലാണ്. K മുരളീധരൻ സാനഡുവിലാണ്. AP അനിൽകുമാർ കാവേരിയിലാണ്. N ശംസുദ്ദീൻ നെസ്റ്റിലാണ്. KM ഷാജി പൗർണമിയിലാണ്. PC വിഷ്ണുനാഥ് നിലയിലാണ്. M ലിജു അജന്തയിലാണ്. റോജി M ജോൺ ഗ്രേസിലായിരിക്കും. T സിദ്ദിഖ് ഗംഗയിലായിരിക്കും. PK ബഷീർ ഉഷസിലായിരിക്കും. E അബ്ദുൽ ഗഫൂർ കവടിയാർ ഹൗസിലായിരിക്കും. KA തുളസി പ്രശാന്തിലാണ്. ബിന്ദു കൃഷ്ണ തൈക്കാട് ഹൗസിലാണ്. OJ ജനീഷ് മൻമോഹൻ ബംഗ്ലാവിലാണ്. മന്ത്രിമാരുടെ വസതിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമായിരിക്കുകയാണ്. അതേസമയം നിർണായകമായ മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കണ്ടതാണ് ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ. വലിയ രീതിയിൽ പിണറായി സർക്കാർ മുൾമുനയിൽ നിന്നൊരു സംഭവമായിരുന്നു. ആ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാക്കിയിരിക്കുകയാണ് UDF സർക്കാർ. വിജ്ഞാപനവും റദ്ദാക്കി. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനവും റദ്ദാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കൽ തീരുമാനം റദ്ദാക്കിയിട്ടുണ്ട്. പോലീസ് കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശയും സമർപ്പിക്കും. മഞ്ഞക്കുറ്റി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഷൻ 2031 നടപ്പിലാക്കും. 100 ദിവസത്തെ കർമ്മ പദ്ധതി അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കും. പത്മ പുരസ്കാരം ശുപാർശ സമർപ്പിക്കാൻ സമിതി നിർമ്മിക്കും. അതിവേഗ ഇടനാഴി എന്നിവയും പരിഗണനയിലുണ്ട്. പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ് സിൽവർ ലൈൻ വേണ്ടെന്ന് വെച്ചതെന്നും അദ്ദേഹം VD സതീശൻ വ്യക്തമാക്കുകയുണ്ടായി. PSC റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയിട്ടുണ്ട്. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന ലിസ്റ്റുകൾ നവംബർ 30 വരെ നീട്ടും. UDF പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വകുപ്പുകൾക്ക് വിഭജിച്ച് നൽകി. വന്ദേമാതരം മുഴുവൻ പാടിയത് ലോക്ഭവൻ നിർദ്ദേശപ്രകാരമാണ്. വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്ന കാര്യം അറിയില്ലായിരുന്നു. സംഘടിപ്പിച്ചത് രാജ്ഭവനാണ്. വേദിയിൽ വെച്ചാണ് ഇത് അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി വന്ദേമാതരം പാടിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.